ഹായ് ഹലോ എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. വെറും 3 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇനി ഇത് തയ്യാറാക്കാൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികളുടെ സ്നാക്ക് ബോക്സിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ എടുക്കുന്നത് 2 മുട്ടയാണ്. മുട്ട എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിൽ തന്നെയുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന 2 മുട്ടയും പൊട്ടിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഈ 2 ചേരുവകൾ മാത്രം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാല് തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഫ്രഷ് മിൽക്കും ആഡ് ചെയ്യാം. ഇനി ഈ പാലിനെ ആദ്യത്തെ മിക്സുമായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സിനെ ഒരല്പം പരന്നിരിക്കുന്ന ഒരു പാത്രത്തിലേക്കും കൂടെ ഞാനൊന്ന് മാറ്റുകയാണ്. ശേഷം ഇതിലേക്ക് നല്ല കനം കുറഞ്ഞ് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാം. ഇനി ഓരോ ബ്രെഡുകളായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ ഒന്ന് മുക്കിയെടുക്കുക. ബ്രെഡിൻ്റെ 2 സൈഡിലും നല്ലതുപോലെ ഈ മിക്സ് പിടിക്കുന്ന പരുവത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മുക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന മിക്സിൽ ബ്രെഡ് നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡുകളായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്ത് തന്നെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ഫ്രൈ ചെയ്യുന്നത് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വൺ സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. നെയ്യിൽ ഇതിങ്ങനെ മുരിച്ചെടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ 1 ബൈ 1 ആയിട്ട് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചെറിയുടെ സിറപ്പാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലുള്ള സിറപ്പ് യൂസ് ചെയ്യാം. ചോക്ലേറ്റ്, കാരമൽ, അങ്ങനെ ഏത് സിറപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു ചെറിയുടെ സിറപ്പ് ആയതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരല്പം മിക്സ്ഡ് ബെറീസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഇന്നത്തെ ഫ്രഞ്ച് ടോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ബോൺ അപ്പത്തീറ്റോ.